ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് കേട്ടാലോ അല്ലേ? അപ്പോൾ നമ്മുടെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേട്ടോ. നമ്മുടെ സുനന്ദ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും കാല് പിടിച്ച് കരയാണ്. എന്നെ നിങ്ങളാരും പറഞ്ഞു വിടരുത്, എനിക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാണ്ട് ഒരു ജീവിതമില്ല, എന്നെ നിങ്ങൾ പറഞ്ഞയക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ട് കരയാണ്. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. രാത്രിയാണ്, എന്ത് ചെയ്യണം? വിവാഹം നടത്താനാണെങ്കിൽ തന്നെയും അതിൻ്റേതായ കാര്യങ്ങൾ അമ്പലത്തിലൊക്കെ വെച്ചല്ലേ വിവാഹവും മറ്റും നടത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഒടുവിൽ സുനന്ദ തീർത്തു പറഞ്ഞു, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകില്ല. ഇവിടെ നിന്ന് പോകേണ്ടി വരികയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കാരണം നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളുടെ ഭാര്യയാകേണ്ടി വരും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സുഭാഷ് ചേട്ടനല്ലാണ്ട് മറ്റൊരു വ്യക്തി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ സുനന്ദ പറഞ്ഞു. ഒടുവിൽ ഭാസ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ടതായിട്ടില്ല, നേരം വെളുക്കണ പോയിട്ട് ഇപ്പോൾ തന്നെ ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങ് ലാൻഡ് ചെയ്യും. അതിന് മുന്നേ എന്തായാലും നമുക്ക് ഈ വിവാഹം അങ്ങ് നടത്താമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, ഈ രാത്രിയിലോ? അമ്പലത്തിലല്ലാണ്ട് എങ്ങനെ നടത്തും? അപ്പോൾ പറയും, തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ട്, ഒരു വിളക്ക് അങ്ങോട്ട് കത്തിച്ച് വെച്ച് നമുക്ക് ആ വിവാഹം അങ്ങോട്ട് നടത്താമെന്ന് പറയാം. അവസാനം സുഭാഷും ആകെ പകച്ച് നിൽക്കുകയാണ്. വിവാഹം രാത്രിയിൽ. അവസാനം നമ്മുടെ സുധീഷ് പറയും, എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് രണ്ടും കൽപ്പിച്ച് തന്നെ ഈ വിവാഹം അങ്ങ് നടത്താം എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഭാസ്കരൻ കൂടെ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ലല്ലോ. അപ്പോഴാണ് ഭാസ്കരൻ പറയുന്നത്, താലിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, അതെ, അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട, നമ്മളന്ന് സുനന്ദയുടെയും സുഭാഷ് ചേട്ടൻ്റെയും കല്യാണം നടത്താൻ വേണ്ടി ഒരു താലി മേടിച്ചില്ലേ, അത് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സുധീഷ് ചെന്ന് ഓടി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അപ്പോൾ താലിയുടെ കാര്യത്തിൽ തീരുമാനമായി, ഇനി ഒരു നിലവിളക്ക് അങ്ങ് കത്തിച്ച് വെച്ച് നമുക്ക് ഈ വിവാഹം അങ്ങ് നടത്താം, ഇനി ഒന്നും നോക്കാനില്ല. അങ്ങനെ അവർ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പം കാരണം നമ്മുടെ സുനന്ദ ഇട്ടേക്കുന്ന ഡ്രസ്സ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മുടെ സുഭാഷ് ആണെങ്കിൽ ഒരു കൈലി മുണ്ടൊക്കെ ഉടുത്താണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹരീഷും നികേഷും കൂടെ സുഭാഷിനെ അകത്തോട്ട് കൊണ്ടുപോയി ആ കല്യാണ ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഡ്രസ്സും ഷർട്ടും മുണ്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ ഇടിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുവരണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ നിധി നമ്മുടെ സുനന്ദയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പം നമ്മുടെ സുനന്ദ പറയും, ഞാൻ വീട്ടിൽ നിന്ന് ആരും കാണാണ്ട വന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അച്ഛനും അമ്മയൊക്കെ എന്തായാലും നേരം വെളുത്ത് കഴിയുമ്പോൾ അറിയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞ്, നേരം വെളുക്കുമ്പോഴോ? ഇപ്പം തന്നെ എല്ലാം കൂടെ ഇങ്ങ് കുറ്റിയും പറിച്ച് എത്തും, നീ കണ്ടോളാൻ പറഞ്ഞ് ഭാസ്കരൻ നിൽക്കുകയാണ്. അപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ സുഭാഷ് നല്ല കല്യാണ വേഷത്തിൽ ഷർട്ടും മുണ്ടൊക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കും പോലെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും. നമ്മുടെ സുഭാഷിൻ്റെ ആഗ്രഹവും ഇഷ്ടവും സുനന്ദയുടെയൊക്കെ നടക്കാൻ പോകണല്ലോ. അങ്ങനെ നമ്മുടെ സുധീഷ് താലി കൊടുക്കുകയാണ്. അപ്പോൾ ഹരീഷ് മേടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയും, അതെ, മുതിർന്നവരിവിടെ നിൽക്കുമ്പോൾ നീ ആണോടാ കൊടുക്കണേന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ താലി അങ്ങോട്ട് മേടിക്കുകയാണ്. മേടിച്ചിട്ട് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് പറയും, അതെ, ഈ താലി അങ്ങോട്ട് കെട്ടിക്കോളാൻ പറയും. സുഭാഷ് ഒരു നിമിഷം ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ നമ്മുടെ സുനന്ദയും അച്ഛൻ്റെയും അമ്മയുടെയും മുഖമൊക്കെ ഓർത്ത് ആ ഒരു നിമിഷം, എന്തായാലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വന്നാലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായി കഴിയുമല്ലോ, അപ്പോഴേ പറഞ്ഞ് സംസാരിച്ച് എന്തായാലും സോൾവ് ചെയ്യാം എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു സുനന്ദയുടെ ഉള്ളിൽ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുഭാഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഭാസ്കരൻ പറയും, നീ എന്താടാ ഈ ചിന്തിച്ച് നിൽക്കുന്നത്, അവളുടെ കഴുത്തിലങ്ങോട്ട് താലി കെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സുഭാഷ് താലി ഇങ്ങനെ സുനന്ദയുടെ കഴുത്തിലോട്ട് ചാർത്താനായിട്ട് പോണതും അതാ വരുന്നു നമ്മുടെ ലളിതയും നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മ ഗംഗാധരനും പട കെട്ടി വന്നിട്ടുണ്ട്. അവർ വന്ന് കണ്ട കാഴ്ച അവരെ കണ്ണന്താളിച്ചു പോവാണ്. തൻ്റെ മകളെ ഈ രാത്രിയിൽ ആരും അറിയാണ്ട് തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കുന്നോടാന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സുനന്ദയുടെ അച്ഛനങ്ങോട്ട് ഇടറിക്കൊണ്ട് വരികയാണ്. അതുപോലെ സുനന്ദയുടെ അമ്മയും അച്ഛനും അമ്മാവനും എല്ലാവരും കൂടെ അങ്ങോട്ട് വരണം. അവസാനം അവിടെ മതിയായ പ്രശ്നം ഉണ്ടാവുകയാണ്. നീ കൊള്ളാലോടിയെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനെ തല്ലായിരുന്നോ. അതിൻ്റെ ഇടയിൽ ലളിത വന്നിട്ട് സുനന്ദയുടെ തലങ്ങും വിലങ്ങും
തല്ലേണ്. അപ്പോൾ സുനന്ദ പറഞ്ഞു, അമ്മേ തല്ലല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഈ നിങ്ങൾ നിശ്ചയിച്ച വിവാഹം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാണ്ട് പറ്റില്ല, ഞാൻ സുഭാഷ് ഏട്ടനെ അല്ലാണ്ട് കല്യാണം കഴിക്കില്ല. എടി, നേരം വെളുത്ത് കഴിഞ്ഞാൽ നിൻ്റെ കല്യാണമാണ്, ഈ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ എന്ത് സമാധാനം പറയൂടി എന്നൊക്കെ പറഞ്ഞ് ലളിത വീണ്ടും തല്ലിയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷും എല്ലാവരും കൂടെ ചേർന്ന് ലളിതേനെ പിടിച്ച് മാറ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ സുനന്ദയെ തല്ലണ തല്ല് അമാതിരിയുള്ള തല്ലാണ്, അവർ പിടിച്ച് മാറ്റിയാണ്. അപ്പോൾ സുധീഷിനെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ സുനന്ദയുടെ അച്ഛൻ നമ്മുടെ ഭാസ്കറിനെ തല്ലാൻ വേണം, എൻ്റെ മോളെ രാത്രി തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാൻ നോക്കുന്നുണ്ടാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ കൈവയ്ക്കണമെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് ഇടയിൽ നീ എൻ്റെ കൈ ഇരിക്കണം വാങ്ങിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാവുകയാണ്. അതിൻ്റെ ഇടയിൽ ഹരീഷ് അടിക്കാൻ ചെല്ലണു, ഗംഗാധരൻ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും മതിയായ ഒച്ചപ്പാടും അടിയും ഇടിയും ബഹളമൊന്നുമല്ല. അവസാനം നമ്മുടെ നിധി മതിയായ ഒച്ചയിൽ ഒരു അലർച്ച അങ്ങോട്ട് നിർത്തുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നിധി അങ്ങോട്ട് അലർച്ച എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒരു നിമിഷം പെട്ടെന്നൊന്ന് പകച്ചു പോവുകയാണ്. അപ്പം നിധിയുടെ ഒച്ചയായിട്ട് എല്ലാവരും ഒരു നിമിഷം സ്റ്റെക്കടിച്ച് അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അതെ, ഇവിടെ നിങ്ങളുടെ മകൾക്ക് എന്തായാലും നിങ്ങൾ നിശ്ചയിച്ച വിവാഹത്തിനോട് താല്പര്യമില്ല, അവൾക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടം. അവൾ ഈ രാത്രിയിൽ തന്നെ നിങ്ങളെ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിഞ്ഞില്ല അവൾക്ക് നിങ്ങൾ നിശ്ചയിച്ച വിവാഹം എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ചെയ്തത്? അപ്പം കാണാൻ നമ്മുടെ സുനന്ദയുടെ അമ്മ പറയണേ, നട്ട പാതിരയ്ക്ക് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കാൻ നിങ്ങൾ ശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങിയാണ്. അപ്പോഴേക്ക് അടുത്ത് വീണ്ടും ആര് തട്ടിക്കൊണ്ടുവന്നു എന്ന്, നിങ്ങളുടെ മകൾക്ക് എൻ്റെ മകനെ അല്ലാണ്ട് പറ്റൂല എന്ന് പറഞ്ഞൊരു ഭാസ്കരൻ പറഞ്ഞു, എൻ്റെ മകനെ അല്ലാണ്ട് നിങ്ങളുടെ മകൾക്ക് വേറെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നതെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവസാനം സുഭാഷിനോട് പറയണ്ടേ, നീ ഇതൊന്നും നോക്കണ്ട, നീ ആ കല്യാണം കഴിക്കുക, അവളെ താലി കിട്ടാനായിട്ട് പറയണം. കാരണം എന്ന് വെച്ചാൽ ലളിതയ്ക്കും അതേപോലെ നടേശനും മനസ്സിലായി ഇത് കയ്യിലൊന്നും നിൽക്കില്ല, തൻ്റെ മകൾ എന്തായാലും സുഭാഷ് കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം തീരുമാനമാവുകയാണ്. അപ്പോഴേക്കും ലളിത അടുത്തൊരു നമ്പർ ഇട്ടു. പതുക്കെ സുഭാഷിനെ വിളിച്ചുകൊണ്ട് റൂമിനകത്തോട്ട് പോവുകയാണ് കേട്ടോ. റൂമിനകത്ത് ചെന്നിട്ട് മറ്റാരും കാണാതെ സുഭാഷിൻ്റെ കാല് പിടിക്കുകയാണ്. വേറൊന്നുമല്ല, തങ്ങൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, നമ്മൾ അവളുടെ നാട് മൊത്തം വിളിച്ച് ഞങ്ങൾ അവളുടെ കല്യാണം കെങ്കേമമായിട്ട് നാളെ നടത്താനായിട്ട് ഇരിക്കുകയാണ്. ഇന്നും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇന്നും വന്നിട്ടുണ്ട്. ആ കല്യാണത്തിന് നീ ഒരു തടസ്സമാവരുത്, എൻ്റെ മകളെ ഞങ്ങൾക്ക് വിട്ടു തരണം, നമുക്ക് അരുമയ്ക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛനാണെങ്കിലും ഈ ദുബായിൽ കിടന്ന് ഇത്രയും വർഷം കഷ്ടപ്പെട്ടത് അവൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അച്ഛന് ജോലി പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് നീ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞ് ലളിതയും നടേശനും കൂടെ നമ്മുടെ സുഭാഷിൻ്റെ കാലി വീഴാണ്. പക്ഷേ സുഭാഷ് ആ നിമിഷം ചിന്തിക്കുകയാണ്, താൻ ഇപ്പോൾ ഒരു സ്റ്റഡിയായിട്ടൊരു തീരുമാനം എടുക്കണം. കാരണം തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ തനിക്ക് തൻ്റെ ജീവിതത്തിൽ സുനന്ദയെ കിട്ടണം എന്നില്ല. പക്ഷേ ഇവർ ഇങ്ങനെ കാല് പിടിച്ച ഒരു അവസ്ഥ വരുമ്പോൾ സുഭാഷിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവരോട് എന്ത് സമാധാനം പറയും അവർക്കും അറിയില്ല. അവർ കരഞ്ഞ് തൊഴുത് കാല് പിടിച്ചാണ് ലളിതയും നടേശനും കൂടെ സംസാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഭാസ്കരനും അതുപോലെ സുധീഷും അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സുഭാഷിനെ അകത്ത് കൊണ്ടുപോയി മാറ്റി നിർത്തി ഇവരെന്താണ് ഈ പറയണത്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കല്യാണം നടത്തണ്ടേ എന്നുള്ള രീതിയിൽ സുഭാഷ് ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അടിയും ബഹളമൊക്കെ ഒരു നിമിഷത്തേക്ക് കുറച്ച് നേരം നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷ് ഇനി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇനി നാളെ എപ്പിസോഡിൽ ഏകദേശം ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും അടിയും, സുനന്ദയ്ക്ക് അടി കിട്ടണു, അതുപോലെ സുഭാഷിനെ അടിക്കാൻ ശ്രമിക്കണു, ലാസ്റ്റ് സുഭാഷിനെ മാറ്റി നിർത്തി സുഭാഷിൻ്റെ കാല് പിടിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ സുനന്ദയുടെ സുഭാഷിൻ്റെ കല്യാണം നടക്കുമോ, ഈ രാത്രി തന്നെ നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളുടെ വിശേഷങ്ങൾ കൃത്യമായി തലേദിവസം രാത്രി തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മറ്റേ ചാനൽ, അതായത് ഇപ്പോൾ ഇത് സുമി മുഫാസ് മനസ്സിലാണിത്, നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന ചാനലിൽ നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ വരാനിരിക്കുന്ന ഇതുപോലെ തന്നെ തലേ ദിവസം അതാത് ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ രണ്ട് ചാനലിലെയും വീഡിയോ
വീഡിയോസൊക്കെ മുഴുവനായിട്ട് കേൾക്കുക, ലൈക്ക് അടിക്കുക, അതോടൊപ്പം ഹൈപ്പും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബിനകത്ത് അപ്പായി വരത്തുള്ളൂ, കാരണം അത്രയും എൻഗേജ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ഹൈപ്പും തന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കി തരണം കേട്ടോ. കാരണം നമുക്ക് വലിയ വലിയ വ്യൂസൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ളവർ നല്ല രീതിയിലൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനിതാ ശുഭരാത്രി പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷവുമായി നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.